ക്രിസ്മസിന് ഇതാ 2 രൂപയുടെ പേപ്പറിൽ നല്ലൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയെടുത്താലോ. നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും വെട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 രൂപയുടെ ബോണ്ട് പേപ്പർ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് വെള്ള പേപ്പർ എടുത്തിട്ടുണ്ടോ, 2 സാധാ ബോണ്ട് പേപ്പർ A4 ഷീറ്റിൻ്റെ ബോണ്ട് പേപ്പർ എടുത്തേക്കുന്നത്. ഞാൻ നീലയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നീലയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം, പക്ഷേ വൈറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 പേപ്പറാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ 2 പേപ്പർ ഞാനിപ്പോൾ മടക്കി വെച്ചിട്ടില്ല. ഇതുപോലെ നിങ്ങൾ 4 ആക്കിയിട്ട് വട്ടം ഇതുപോലെ ഒന്ന് മടക്കുക. ഒരേ അളവിൽ തന്നെ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ തന്നെ ഒരു രീതിയിലൊന്ന് കീറി വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, ഒരു പേപ്പറിൽ നമുക്ക് 4 കിട്ടും. അതേപോലെ തന്നെ മറ്റേ പേപ്പറും അതുപോലെ തന്നെ വട്ടം മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇതുപോലെ തന്നെ മടക്കി കറക്റ്റ് സ്ക്വയറായിട്ട് ഇതുപോലെ ഒന്ന് കീറിയെടുക്കുക. മൊത്തം 8 പീസ് കേട്ടോ. ഇനി നമുക്കതൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒട്ടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനടുത്ത് നിങ്ങൾ ഈ പേപ്പർ എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് വാലിൽ നീട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇത്തിരി ഭാഗം നീട്ടിയിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഈ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഫെവിക്കോൾ ഉണ്ട് തേക്കുന്നത്. ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കുഴലാക്കിയിട്ട് മടക്കി കൊടുക്കാം. അതുപോലെ 8 പീസും നിങ്ങൾ കുഴലാക്കിയിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. അപ്പം അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്റ്റാർ വരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരെണ്ണത്തിൽ നിങ്ങളിങ്ങനെ വരച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് നമുക്ക് ആ അച്ച് വെച്ച് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ എല്ലാത്തിലും ഡിസൈൻ വെച്ച് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങളത് വെട്ടിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 8 പീസും വെട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ കൂടെ ഓരോന്നായിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഞാനിപ്പം എല്ലാം 8ഉം ഈ ഒരു രീതി തന്നെ എടുത്തെടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 8ഉം ഈ ഒരു രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മളിതൊന്ന് തുറക്കാം കേട്ടോ. തുറന്നിട്ട് ഇതിൻ്റെ അകംഭാഗത്തും കൂടെ നമുക്ക് ഒട്ടിക്കാനുണ്ടേ. ഇതുപോലെ കേട്ടോ, ഇതെങ്ങനെ. ഇനി ഈ അകംഭാഗത്തും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാത്തിൻ്റെയും അകം നിങ്ങൾ എടുത്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കട്ടെ. അപ്പോൾ 2 രൂപയുടെ പേപ്പറിൽ നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. കുട്ടികൾക്ക് പോലും ഉണ്ട്, സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്റ്റാറാണ് നമുക്ക് കിട്ടുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കത്തില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ഫുൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ലെയറുകളും ഒന്ന് വിടിയിച്ച് നമുക്കൊന്ന് ഇത് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റാമത്തെ ഭാഗത്ത് സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് കേട്ടോ ഇത്. അപ്പം ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കാണുന്നത് അത് തന്നെ ഉണ്ടാക്കിയേക്കണതിൻ്റെ നീലയാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒട്ടിക്കാൻ നേരത്തെ എല്ലാ മൂലഭാഗങ്ങളും ഒട്ടി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ തിരിച്ചിട്ട് ഏറ്റവും ലാസ്റ്റാമത്തെ എഡ്ജ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നല്ല അടിപൊളി സ്റ്റാറാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നോക്കുക. നല്ല ഭംഗിയുള്ള സ്റ്റാർ സ്വന്തമായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ചാനലിലേക്കാണ് വീഡിയോസ് ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.